ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കറിയാം, നമ്മുടെ നീറ്റിന്റെ കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം രണ്ട് കാറ്റഗറി ഓഫ് കുട്ടികൾ ഉണ്ടാവും. ഒരു വിഭാഗത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാവും, ഒരു വിഭാഗത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാവില്ല. ഈ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികളിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ടാവും. കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത കുട്ടികൾ എന്ന് പറയുന്നത് ആ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലർക്ക് അതിന് ഓപ്ഷൻസിന് മുകളിലോട്ടുള്ള കോളേജ് ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ പല കുട്ടികളും ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാല്, ഇനി ഫർദർ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. അതായത് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ അതെങ്ങനെ ചെയ്യണം എന്ന രീതിയിലുള്ള ചെറിയൊരു രൂപമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്, അതായത് എപ്പോൾ ഞാൻ വീഡിയോ എടുത്തു അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കുറെ കുട്ടികൾക്ക്, നമ്മളെ ഇടയിലുള്ള കുറെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് ഒരു വലിയ ഐഡിയ ഇല്ല. കാരണം എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒരു 4 വർഷം അല്ല 5 വർഷം മുമ്പ് ഞാൻ ഇതേ ഒരു കേസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു ഓപ്ഷൻസ് വെക്കാനും അത് എങ്ങനെയാണ് ഒരു കോളേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ എന്താണ് ഈ സ്പോട്ട് അഡ്മിഷൻ, എന്താണ് ഈ മോപ്പപ്പ് എന്ന ടേം പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതിനെ കുറിച്ച് ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഒന്നും അറിയാതെ, എനിക്ക് ഒന്നിനെ കുറിച്ചും ഒരു ധാരണ ഇല്ലാതെയാണ് ഞാൻ ആക്ച്വലി എന്റെ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടന്നിട്ട് പോയിട്ടുള്ളത്. ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും ആ ഒരു സമയത്ത് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അറിയില്ലല്ലോ എന്താണെന്ന്, ഇതൊന്നും നമ്മള് പരിചയമുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ചുറ്റുമുള്ളവരും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്നും നീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ അലോട്ട്മെന്റ് വെക്കാവുന്ന ഐഡിയയും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആ സമയം ശരിക്കും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അവർക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന്. അപ്പം ചിലത് തന്നെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കുറെ കാര്യമുണ്ട്. അതായത് ചിലർക്ക് റിസർവേഷൻ കാറ്റഗറിയാന്ന് അറിയാതെ ഓപ്ഷൻസ് വെക്കാതിരിക്കുക, രണ്ടാമത് ഫീസ് ഇളവുണ്ട് എന്നറിയാതെ ഓപ്ഷൻസ് കൊടുക്കാതിരിക്കുക, പിന്നെ അലോട്ട്മെന്റ് വെക്കാൻ മറന്നു പോവുക, അല്ലെങ്കിൽ ഡേറ്റ് അറിയാതിരിക്കുക, സെക്കൻഡിൽ വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ട്. കാരണം നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വെക്കാൻ വേണ്ടി പറ്റില്ല, വീണ്ടും കോളേജസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം അതായത് കേരള സെക്കൻഡ് അലോട്ട്മെന്റ് ഓൾ ഇന്ത്യയിൽ നമുക്ക് വെക്കാട്ടോ. അപ്പം അങ്ങനെ ഒത്തിരി കുട്ടികൾ ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ഒരു വർഷം നമ്മളത്തെ ഒരു വർഷത്തെ മെനക്കേട് നമുക്ക് ചെറിയൊരു അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒത്തിരി കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പാണ് എനിക്ക് മനസ്സിലായത് കുറെ പേർക്ക് എന്നെപ്പോലെ തന്നെ കുറെ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും കുട്ടി കുട്ടി വീഡിയോസ് ചെയ്യുന്ന തന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ഉപയോഗം ഈ വീഡിയോ കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആ വീഡിയോയിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ്. അപ്പൊ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മേ ബി ആ കോളേജ് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ ആയിട്ടുള്ള ഓപ്ഷൻസ് പ്രിഫർ ചെയ്യാം. അങ്ങനെ പ്രിഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന്, നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് കൺഫർമേഷൻ ബട്ടൺ കൊടുക്കണം. അപ്പൊ കുറച്ചും കൂടി നമ്മൾ സേഫ് ആണ്. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരു കോളേജ് ഉണ്ട്, നമ്മൾ ഇനിയിപ്പോ ഒരു കോളേജിലേക്ക് മറ്റൊരു കോളേജിലേക്ക് ഹയറോട് പ്രിഫർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും, നമുക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് പഴയ കോളേജ് എടുക്കാവോ? ഒരിക്കലും അത് പറ്റില്ല. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ട് നമുക്ക് ഒരു മേലോട്ടുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ പ്രിഫർ ചെയ്യാവൂ. അത് നമുക്ക് കിട്ടിയ കോളേജ് നമുക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തണം. അതായത് അത് കിട്ടിയിട്ട് അത് വേണ്ട, പഴയത് തന്നെ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നടക്കില്ല. കാരണം നമ്മൾ ഇതിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. പിന്നെ കുറെ പേർ കൺസേൺ ഉണ്ടാവും, നമ്മൾ അവിടെ പോയി ഫീസ് അടച്ചത്, അല്ലെങ്കിൽ ഇനി കോളേജിൽ ചേരുമ്പോൾ വീണ്ടും ഫീസ് അടയ്ക്കണമെന്ന്. അതൊന്നും വേണ്ട. നമ്മൾ നേരത്തെ അടച്ച് കോളേജിൽ പോയിട്ട് ഫീസ് മേടിച്ചിട്ട് നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള കോളേജിൽ വന്ന് നമുക്ക് ഫീസ് അടച്ചാൽ മതി. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഫീസൊക്കെ തിരിച്ചു തരും നമുക്ക്. അപ്പം കുറച്ചുകൂടി സേഫ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്ക്. കാരണം അവിടെ നിന്ന് പോയി ഫീസ് മേടിച്ച് ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. ഇനി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പം കുറച്ചുകൂടി സേഫ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികളുടെ കാര്യം. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് സീറ്റ് ലഭിക്കാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ MBBS ഗവൺമെന്റ്, MBBS MBDS ഗവൺമെന്റ്, BDSL ഇത്രയും കോഴ്സാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ലാസ്റ്റ് റാങ്ക് എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കാം. അതായത് ഇനി ഈച്ച് കാറ്റഗറി നമ്മളുടെ ലാസ്റ്റ് റാങ്ക്, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിലെ ലാസ്റ്റ് റാങ്ക് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ നമ്മളുടെ കാറ്റഗറി റാങ്ക് എങ്കിലും നമ്മൾ നോക്കിയിരിക്കണം.
അതായത് കഴിഞ്ഞ അലോട്ട്മെന്റിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഒരു കേരള റാങ്ക് പ്രകാരം നമുക്ക് കിട്ടാവുന്ന കോഴ്സ് ഏതാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ കാരണം എന്താന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു എനിക്കിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ 20,000 റാങ്ക് ഉണ്ട്, കേരള റാങ്ക് ആണ്. പക്ഷെ ഞാൻ വേറെ MBBS ഗവൺമെന്റ് MBBS ഹെൽപ്പും വെച്ചിട്ടുണ്ട്, ഞാനൊരു സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കിട്ടില്ല. കാരണം സ്റ്റേറ്റ് മെറിറ്റിനൊക്കെ 20,000 റാങ്കിൽ സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ പോസിബിൾ അല്ല. അപ്പം നമ്മള് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മളുടെ റാങ്ക് പ്രകാരം നമുക്ക് ഏത് കോഴ്സ് കിട്ടും എന്നുള്ളൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുക 2023 ലാസ്റ്റ് റാങ്കും കാര്യങ്ങളുമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഐഡിയയും കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഞാനിപ്പം കുറച്ച് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അപ്പം കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റില് MBBS ഗവൺമെന്റ് സീറ്റിലേക്ക് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുള്ളത് 746 ആണ്. അതായത് 746 ആണ് ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. ഇനി അത് സെൽഫ് ഫിനാൻസിങ് MBBS ആണെങ്കിൽ 8,287, അതായത് 8,287 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുള്ളത്. ഇൻ ജനറൽ കാറ്റഗറി ആണ്. ഇനി അതൊരു ഈഴവ കാറ്റഗറി ആണെങ്കിൽ ഗവൺമെന്റിൽ ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുള്ളത് 1,568. ഇനി സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 8,806 ആണ്. ഇനി മുസ്ലിം കാറ്റഗറിയിലോട്ട് വരുവാണെങ്കിൽ MBBS ഇൻ ഗവൺമെന്റ് ആണെങ്കിൽ 1,012. MBBS ഇൻ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 8,917 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുള്ളത്. ഇനി BH കാറ്റഗറി ആണെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഇൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 2,082. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 8,445 ആണ്. ഇനി EWS കാറ്റഗറി ആണെങ്കിൽ ഗവൺമെന്റിലോട്ട് 3,059. ഇനി സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 14,518 ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ MBBSന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് BDSന്റെ കാര്യമാണ്. BDS സെൽഫ് ഫിനാൻസും BDS ഗവൺമെന്റും ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം ജനറൽ കാറ്റഗറിന്റെ കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ജനറൽ കാറ്റഗറിയിൽ ഗവൺമെന്റിലോട്ടേക്ക് 4,053 ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ 27,404 ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് ഈഴവ കാറ്റഗറിയാണ്. ഈഴവ കാറ്റഗറിയിൽ 5,651 ഗവൺമെന്റിലോട്ടും 35,952 സെൽഫ് ഫിനാൻസിലോട്ടും പോയിട്ടുണ്ട്. അതേസമയം തന്നെ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 4,333 ആണ് ഗവൺമെന്റിലോട്ട്. ഇനി 32,492 ആണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ട്. ഇനി BH കാറ്റഗറി ആണെങ്കിൽ 8,750 ഗവൺമെന്റിലും 27,718 സെൽഫ് ഫിനാൻസിലും പോയിട്ടുണ്ട്. ഇനി EWS കാറ്റഗറി ആണെങ്കിൽ 8,658 ഗവൺമെന്റിലും 36,301 സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് പോയിട്ടുള്ളത്. ഇതാണ് കഴിഞ്ഞ അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് BDSന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ നമ്മളിപ്പം ലാസ്റ്റ് റാങ്ക്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് MBBSും BDSും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മേ ബി നമ്മൾ അതിൽ ഉൾപ്പെടാത്തത് കൊണ്ടായിരിക്കും നമുക്ക് അലോട്ട്മെന്റ് കിട്ടാതിരുന്നത്. അതിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തു. ഇൻ കേസ് അത് കിട്ടിയില്ലായിരുന്നു ഞാൻ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തേ. അപ്പൊ അത്രയും ഉള്ള കാര്യങ്ങൾ, നമുക്ക് ഇത് കിട്ടിയില്ല അപ്പൊ നമുക്ക് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, സെക്കൻഡ് ഇല്ലെങ്കിൽ തേർഡ് വെയിറ്റ് ചെയ്യാം. ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, മോപ്പപ്പ് ഉണ്ട്, സ്പോട്ട് ഉണ്ട്, അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ സെക്കൻഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ ഓപ്ഷൻസും കാര്യങ്ങളും. അതിന് കുറച്ച് പേര് ചോദിച്ചിട്ടായിരുന്നു കൊടുക്കാൻ പറ്റുമെന്ന്. ഇല്ല, നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കൊടുക്കാം. ഓൾ ഇന്ത്യ 3 സെപ്പറേറ്റ് ആണ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3ഉം ഇഷ്ടമുള്ള സമയത്ത് കൊടുക്കാം. പക്ഷെ കേരള അലോട്ട്മെന്റ് അങ്ങനെയല്ല, നമുക്ക് ഇനി റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് റാങ്ക് കുറച്ച് കുറവാണെങ്കിൽ ഞാൻ ഇനി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജിന്റെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതായത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളത് നമ്മളെ പല ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇനി നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് കയറുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജസിനെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടേക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്റെ റാങ്ക്, അതായത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് റാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ള മെഡിക്കൽ കോളേജസ് ഒക്കെ. അപ്പൊ കണ്ടില്ലേ, ഒന്ന് പോയി കാണണം നിങ്ങൾ ആ വീഡിയോ. അപ്പൊ നമ്മളുടെ കിട്ടാൻ ചാൻസ് ഉള്ള മെഡിക്കൽ കോളേജ്, ഇപ്പൊ എക്സാമ്പിൾ ഒരു 6,000 ആണെങ്കിൽ നമ്മൾ ഒരു 5,000 കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള കോളേജ് തൊട്ട് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പോവാം. അതാണ് കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനം. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ.
അപ്പൊ അങ്ങനത്തെ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് അല്ല പേഴ്സണലി ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.